ഹലോ നമസ്കാരം. നല്ല ധനികരാവാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ചോദ്യം നമ്മുടെ എല്ലാവരെയും മനസ്സിൽ കുറെ കാലമായിട്ട് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, ധനികനാവണമെങ്കിൽ എങ്ങനെയാണ് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കേണ്ടത് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഏത് തരത്തിലുള്ള ഡിസിഷൻസ് എപ്പോൾ എടുക്കണം എന്നുള്ളത് പ്രശ്നമാണ്. കുറച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ ഈ പൈസ ബാങ്കിലിടണോ, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണോ, ഓഹരിയിലിടണോ, ഒരാൾക്ക് വേണമെങ്കിൽ പലിശയ്ക്ക് കൊടുക്കണോ, പ്രൈവറ്റായിട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഒരു ഫ്ലാറ്റ് മേടിക്കണോ, ഒരു കാറ് മേടിക്കണോ. ഇനിയിപ്പോൾ കാറ് മേടിക്കുമ്പോൾ തന്നെ പൈസയൊക്കെ കയ്യിലുണ്ട്, കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ഒരു കാറ് മേടിക്കണോ, ഒരു ഇക്കോണമി കാറ് മേടിക്കണോ, എല്ലാം പ്രശ്നമാണ്. ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല, പ്രത്യേകിച്ചും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. എന്ത് ഡിസിഷൻ എടുത്താലാണ് നമുക്ക് ധനികനാവാൻ സാധിക്കുക? ഇതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യം. ചുമ്മാ വെറുതെ ഡിസിഷൻ എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഫ്രെയിം വർക്കിൻ്റെ ബേസിസിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി ഒത്തൻറ്റിസിറ്റി ഉണ്ടാവും, കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഇതിനൊക്കെ ഉപരിയായിട്ട് നമുക്കൊരു മനസമാധാനം ഉണ്ടാവും, ഒരു ഹാപ്പിനെസ്സും ഉണ്ടാവും. ഈ ഹാപ്പിനെസ്സിനും മനസമാധാനത്തിനും വേണ്ടിയുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്ത് ഫൈനാൻഷ്യൽ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ ഫ്രെയിം വർക്ക് വെച്ച് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഫ്രെയിം വർക്കിന് 4 ഭാഗങ്ങളാണുള്ളത്. ഈ 4 ഭാഗത്തിലെ ഏറ്റവും ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്, ആദ്യത്തെ ഭാഗം ഒന്ന് അനലൈസ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കേണ്ട സംഭവം കേട്ടോ. കാരണം ഓരോരുത്തരിലും ഇത് ഓരോ തരത്തിലാണ്. ആദ്യത്തെ ഭാഗം ഡെറ്റിനെ കുറിച്ചാണ്. ഡെറ്റ് ഫ്രീ ആയിരിക്കണോ അതോ ഡെറ്റോട് കൂടി ജീവിക്കണോ എന്നുള്ളത്. ഡെറ്റ് കടം, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കടമുള്ള വ്യക്തിയായിട്ട് ജീവിക്കാനാണോ താല്പര്യം, എന്നാൽ തീരെ കടമില്ലാത്ത ഒരാളായിട്ട്, ഒരു ബാധ്യതയില്ലാത്ത ഒരാളായിട്ട് ജീവിക്കാനാണോ നിങ്ങൾക്കിഷ്ടം? ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ ഒരു സർവേ ഒക്കെ നടത്തി നോക്കിയപ്പോൾ പറയുന്നത് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് കടമുണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുണ്ട്. നിങ്ങളെ അത് ടെൻഷൻ അടുപ്പിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് വലിയ സ്ട്രെസ്സൊന്നും ഈ കടം ഉണ്ടാക്കുന്നില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പം നിങ്ങൾ തീരുമാനിച്ചോളൂ. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ആഗ്രഹം എന്താണ്? കടത്തോടു കൂടി ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണെങ്കിൽ പ്രശ്നമില്ല, അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കാം. എന്നാൽ കടമില്ലാതെ ജീവിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഹോം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 20 വർഷത്തേക്കായിരിക്കും പല ആൾക്കാരും ഹോം ലോൺ എടുക്കുന്നത്. കാരണം ഈ ഹോം ലോൺ ബാങ്കുകളും അത്തരം കമ്പനീസും ഒക്കെ മാക്സിമം ടെന്യൂറിലേക്ക് ഇത് പിടിച്ചിടും. കാരണം അത്രയും കാലം നിങ്ങൾ അവരുടെ കസ്റ്റമർ ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ 20 കൊല്ലത്തേക്കാണ് മാർക്കറ്റ് ചെയ്യുക നിങ്ങളുടെ അടുത്ത്. നിങ്ങളിപ്പോൾ 5 കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ അടുത്ത് പറയാം, അല്ല 20 കൊല്ലത്തേക്ക് വെറുതെ എന്തിനാണ് നിങ്ങൾ ഈ 5 കൊല്ലത്രയും ബുദ്ധിമുട്ടുന്നത്? 20 കൊല്ലത്തേക്ക് എടുത്ത ചെറിയ എമൗണ്ടല്ലേ വരുള്ളൂ, പിന്നെ ഇൻഫ്ലേഷനൊക്കെ കഴിയുമ്പോൾ ആ സമയത്ത് ചെറിയ എമൗണ്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ആലോചിക്കണം, 20 കൊല്ലം കടക്കാരനായി ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അതോ ലയബിലിറ്റി പെട്ടെന്ന് തീർത്ത് നിങ്ങൾ ആ ബാധ്യത തീർത്ത് വളരെ ഫ്രീ ആയിട്ട് ജീവിക്കാനാണോ താല്പര്യം? മാത്രമല്ല, ഒരു കാര്യം ഉറപ്പാണ്, 20 കൊല്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ട ആ ഒരു എമൗണ്ടിനെ കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. വലിയ ഒരു എമൗണ്ടും വലിയൊരു പലിശയും അതിനകത്ത് വരും. തീർച്ചയായിട്ടും വലിയൊരു സാമ്പത്തിക ബാധ്യത അതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും ആലോചിക്കുക, എന്നിട്ട് മാത്രം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഡെറ്റ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നമ്മളുടെ പൈസ ഉപയോഗിച്ചുകൊണ്ട് ആ ഡെറ്റ്, അതായത് കടം തീർക്കാനുള്ള ഒരു പ്രയോറിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴും തലയുടെ മുകളിൽ ഒരു ഡെമോക്ലസിൻ്റെ വാള് പോലെ ഈ കടം തൂങ്ങിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യുമ്പോഴും കടമുണ്ടല്ലോ, ബാധ്യതയുണ്ടല്ലോ എന്നുള്ളൊരു ആലോചന മനസ്സിൽ ഇങ്ങനെ വന്നു നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക, ഡെറ്റോട് കൂടി ജീവിക്കണോ, ഡെറ്റ് ഇല്ലാതെ ജീവിക്കണോ, കടമില്ലാതെ ജീവിക്കണോ എന്നുള്ള തീരുമാനമാണ് ആദ്യത്തെ ക്വാഡ്രൻ്റ് അല്ലെങ്കിൽ ആദ്യത്തെ സർക്കിളിലുള്ളത്. മറ്റൊരു കാര്യമുണ്ട്. അടുത്ത കാര്യം, നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ? അത് വളരെ പ്രധാനപ്പെട്ട ഡിസിഷനാണ്. ചില ആളുകളുണ്ട്, സ്വന്തമായിട്ടുള്ള പ്രത്യേകിച്ച് സുഖങ്ങളോ താല്പര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവർ ഭാര്യയ്ക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് വേണ്ടിയോ നാട്ടുകാർക്ക് വേണ്ടിയോ ഒക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. സ്വന്തമായിട്ട് ജീവിക്കാനുള്ള പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകൾ സ്വന്തം കാര്യങ്ങളുടെ ആവശ്യങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റുള്ളവർക്ക്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ, ഒരു സുഹൃത്തായിരിക്കാം, വലിയൊരു എമൗണ്ട് കടം ചോദിച്ചു വന്നിരിക്കുക എന്ന് വിചാരിക്കുക. അയാൾക്കത് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള ഡിസിഷൻ എടുക്കണമെങ്കിൽ പ്രയോറിറ്റി നിങ്ങൾ സുഹൃത്തിന് കൊടുക്കുന്നുവോ, നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്നുവോ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് കൊടുക്കുന്നുവോ എന്നുള്ളതൊക്കെ ശരിക്കും അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയാണോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ മറ്റുള്ളവരുടെ സുഖവും സന്തോഷവും കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ മറ്റുള്ളവരെ സഹായിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എംപവർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിങ്ങളുടെ ഫൈനാൻസ് വിനിയോഗിക്കുകയോ ഒക്കെ ചെയ്യാം.
അതേസമയം മറ്റുള്ളവരെ സന്തോഷിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും കിട്ടുന്നില്ല, എന്നാൽ നമ്മൾ അങ്ങോട്ട് ഗ്രോ ആയില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ കൺസേൺ ഒക്കെ ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മുതിരുക. കാരണം എന്താ, നമ്മളുടെ ഹാപ്പിനെസ്സും മനസ്സമാധാനവും തീർച്ചയായിട്ടും വളരെ സെൻട്രൽ പോയിന്റിലാണ്, ഏറ്റവും പ്രധാനമാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് അസറ്റ് ഓർ ലിക്വിഡിറ്റി എന്നുള്ളതാണ്. കാരണം എന്താ, അസറ്റ് നമുക്ക് ഉണ്ടാക്കിയിടാം അല്ലേ. കുറച്ച് പൈസ കിട്ടുമ്പോഴേക്കും ഉടനെ പോയി കുറച്ച് സ്ഥലം മേടിച്ചിടുന്ന ആൾക്കാരുണ്ട്. കുറച്ച് പൈസ കിട്ടുമ്പോഴേക്കും ചിലപ്പം അത് ഒരു വലിയ വീട് വെക്കുന്ന ആൾക്കാരുണ്ട്. കടമുറികൾ പണിയുന്ന ആളുകളുണ്ട്. അസറ്റുകളാക്കി മാറ്റുന്ന ആളുകൾ. പൈസ കിട്ടിയാൽ ഉടനെ അതിനെ ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു അസറ്റാക്കി മാറ്റുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് അതൊരു വലിയ സന്തോഷമാണ്. എനിക്ക് 4 വീടുണ്ട്, എല്ലാ ജില്ലയിലും ഓരോ വീടുണ്ട്, എനിക്കല്ലെങ്കിൽ ഊട്ടിയിൽ എനിക്കൊരു വലിയ ഒരു ലാൻഡുണ്ട് എന്നൊക്കെ പറയാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ അസറ്റുകൾ ഉണ്ടാക്കി അത് കാണുമ്പോഴുള്ള സംതൃപ്തിയാണോ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നത്? അതേസമയം നിങ്ങൾക്ക് ലിക്വിഡിറ്റി ആണോ ഹാപ്പിനെസ് തരുന്നത്? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ സേവിങ്സ് ബാങ്കിലോ അല്ലെങ്കിൽ ഈവൺ FD-യിലാണെങ്കിലോ നിങ്ങൾക്ക് പൈസയുണ്ട്, എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്, നിങ്ങൾക്ക് അതാണോ കോൺഫിഡൻസ് തരുന്നത്? അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാലൻസിങ് ആണോ? ആ ബാലൻസിങ് എത്രമാത്രമാണ്? കുറച്ച് അസറ്റ് എന്നാൽ അത്യാവശ്യത്തിന് ലിക്വിഡിറ്റി, അങ്ങനെ ഒരു കോൺസെപ്റ്റാണോ? ഇതിൽ ക്ലാരിറ്റി വേണം. ഈ ക്ലാരിറ്റി നമുക്കുണ്ടാവുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക, എത്ര അസറ്റ് നിങ്ങൾക്കുണ്ടാവണം, ഏത് സമയത്ത് അത് ഉണ്ടാക്കിയെടുക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ടാർഗറ്റ് വയ്ക്കാം, 40 വയസ്സാകുമ്പോഴേക്കും ഒരു വീട് മേടിക്കുക, ഒരു ടാർഗറ്റ് ആക്കാം. ബാക്കി അപ്പോൾ ആവശ്യത്തിന് ലിക്വിഡിറ്റി മതി, കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി ലിക്വിഡിറ്റി ആവുക. അത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസറ്റ് വേഴ്സസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ആൻഡ് 4ാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അത് വളരെ രസകരമാണ്. സിമ്പിളായിട്ടുള്ള ലൈഫ് വേണോ, കുറച്ച് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു അടിച്ചുപൊളി ലൈഫ് വേണോ എന്നുള്ള തീരുമാനമാണ്. അതും ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും ഒക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ വളരെ സിമ്പിളായിട്ട്, എത്ര പൈസ ഉണ്ടെങ്കിലും സിമ്പിളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് കാര്യമായിട്ടുള്ള ഒരു എക്സ്പോഷർ ഉണ്ടാവില്ല, അവർക്ക് അറിയുന്നുണ്ടാവില്ല എങ്ങനെയാണ് ഈ പൈസ ചിലവഴിക്കുക എന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണോ നിങ്ങൾ? വളരെ സിമ്പിളായിട്ട് വസ്ത്രത്തിലൊന്നും കാര്യമായ ശ്രദ്ധ കൊടുക്കാതെ, വാഹനത്തിൽ കാര്യമായ ശ്രദ്ധ കൊടുക്കാതെ, ജീവിത സാഹചര്യങ്ങളിൽ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ, എന്തെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലും വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ, അതായത് വലിയ എമൗണ്ടിനൊന്നും നമ്മൾ സ്പെൻഡ് ചെയ്യാതെ ഇങ്ങനെ പോകുന്ന ആൾക്കാരാണോ? അതേസമയം ചുറ്റും കുറച്ച് ലക്ഷൂറിയസ് ആയിട്ട് ഒരു റിച്ച്നെസ്, അബണ്ടൻസ് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ? എല്ലാ ദിവസവും ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണോ? നല്ല അടിപൊളി ഡ്രസ്സ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ധരിക്കാനും ഓർണമെൻറ്റ്സ് ഒക്കെ ധരിക്കാനും ഒക്കെ നല്ല നല്ല സ്ഥലങ്ങളിൽ പോകാനും ടൂർ ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ 2 തരത്തിൽ നമുക്ക് ജീവിക്കാം അല്ലേ. വളരെ സിമ്പിളായിട്ട് ജീവിക്കാം, രണ്ടിലും തെറ്റോ ശരിയോ ഒന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ സിമ്പിളായിട്ട് ജീവിക്കാനാണോ, വളരെ ലക്ഷൂറിയസ് ആയിട്ട് റിച്ച് ആയിട്ടുള്ള ഫീലിൽ ജീവിക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം? അപ്പോൾ ഈ 4 ഘടകങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ വളരെ എളുപ്പമാവും. അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുത്താൽ ആ ഫൈനാൻഷ്യൽ ഡിസിഷൻ തെറ്റാൻ സാധ്യതയില്ല. കാരണം എന്താ, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി, നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, നിങ്ങളുടെ മനസമാധാനത്തിന് വേണ്ടി നിങ്ങൾ എടുത്തിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷനാണ്. അതൊരു കാരണവശാലും തെറ്റാവാൻ സാധ്യതയില്ല. ഫൈനാൻഷ്യൽ ഡിസിഷൻ എപ്പോഴാണ് തെറ്റ് വരുന്നത് അല്ലെങ്കിൽ തെറ്റ് എന്ന് നമുക്ക് തോന്നുന്നത്, അത് നമുക്ക് വലിയ സ്ട്രെസ് തരുമ്പോഴാണ്. അത് നമ്മളെ അയ്യോ ഞാനൊരു പരാജിതനായല്ലോ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോഴാണ്. അത് ഒരു കാരണവശാലും ഓർമ്മിപ്പിക്കാത്ത ഒരു ഫ്രെയിം വർക്കാണിത്. അപ്പോൾ ആദ്യം നമ്മൾ ഡെറ്റ് ഫ്രീ ആയിട്ട് ജീവിക്കണോ, ഡെറ്റോട് കൂടി ജീവിക്കണോ എന്ന് തീരുമാനിക്കുക. മറ്റൊന്ന് നമുക്ക് വേണ്ടി ജീവിക്കണോ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണോ എന്ന് തീരുമാനിക്കുക. മറ്റൊന്ന് നമ്മൾ അസറ്റ് ഉള്ള ആളായിട്ട് വേണോ, ലിക്വിഡിറ്റി ഉള്ള ആളായിട്ട് ജീവിക്കണോ എന്ന് തീരുമാനിക്കുക. അടുത്തത് സിമ്പിളായിട്ടുള്ള ഒരു ലൈഫ് വേണോ, ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് വേണോ എന്ന് തീരുമാനിക്കുക. ഈ തീരുമാനങ്ങളിൽ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടാവുന്നുവോ അത്രമാത്രം ക്ലാരിറ്റിയും അത്രമാത്രം സക്സസ്സും നിങ്ങളെടുക്കുന്ന ഫിനാൻഷ്യൽ ഡിസിഷനിലുണ്ടാവും. ഓൾ ദ ബെസ്റ്റ്.